എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? നമ്മള് പോത്തില്ലല്ലോ, ഞാനങ്ങ് വിട്ടുന്നേ. പിന്നെ ഗർഭാശാസം വന്നിട്ടുണ്ട് കേട്ടോ ജോക്കി. എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ എക്സിനെ എനിക്ക് ഏട്ടത്തിയമ്മ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ജോക്കി മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ ഞാൻ വേണ്ടാന്ന് വെച്ചേ. അല്ലെങ്കിൽ തന്നെ അത്രയും വലിയ എപ്പോഴേക്കും ജോക്കി കിട്ടുമോ? പിന്നെ എന്റെ പട്ടി കിട്ടും. എടാ ലോകം അവസാനിച്ചിട്ട് അവസാനം സുമതി അമ്മായി മാത്രം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചിലപ്പോ അവരെ കെട്ടിന്ന് വരും. പക്ഷെ ഈ പെണ്ണുമ്പിള്ള ഞാൻ കിട്ടൂല, മനസ്സിലായോ എനിക്ക്? അത് ഞാനും എടുത്ത തീരുമാനമല്ലേ ജോക്കി. അത്രേ ഉള്ളൂ, അതിനകത്തൊന്നും കുറെ മാറ്റമൊന്നുമില്ല. ഗർഭാശാസം വന്നിട്ടുണ്ട് കേട്ടോ. ആശ വന്നിട്ടുണ്ടോ? ആശാന്റെ നമ്പർ ഉണ്ടോ കയ്യില്? ആശാന്റെ നമ്പർ ഇല്ല കയ്യില്. ഞാൻ സ്പീക്കർ ഇടാ ഇങ്ങനെ ഇവിടെ പോയി ഇങ്ങനെ ആശാനെ വിടറേ. ഇരിക്കുന്നുണ്ട് എവിടെ? താഴെയോ? ഒരു മിനിറ്റ് ഇത് ഇതല്ലേ കണ്ടോ പാപ്പ? ഇങ്ങനെ ഇത് സംസാരിച്ച് ഒറ്റയ്ക്ക് സംസാരിച്ച് അമ്മ പിച്ചും പേയൊക്കെ പറഞ്ഞു തുടങ്ങിയേട്ടാ. എടാ ഹലോ. ഹലോ, നീ മറ്റേ പോലീസ് സ്റ്റേഷൻ ഇല്ലയോ? എവിടെ? പോലീസ് സ്റ്റേഷൻ പോസ്റ്റൽ കോഡ് പറ. ഇവിടെ കൊറേ പോലീസ് സ്റ്റേഷൻ ഉണ്ട് യോഗി. ഇത് ഞാൻ 8010ന്റെയും 8091ന്റെയും അണ്ടി ഇടയ്ക്കുണ്ട്. 8010ന്റെയും 8091ന്റെയും അണ്ടിയുടെ ഇടയ്ക്കുണ്ട്. അതെങ്ങനെ 8010 8091 ഒരുമിച്ച് വരുന്നേ? 8010ന്റെ ഓപ്പോസിറ്റ് ആണ് 8091. ഓക്കെ, 8010. ഇല്ലില്ല, ആശാനെ അവോയ്ഡ് ചെയ്തില്ല. വാസു വിളിച്ചായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് നിക്കേ. കോളിലുണ്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ടാ. നിങ്ങളൊന്ന് സ്പീക്കർ സംസാരിച്ചേ. എടാ വാസു, ഗർഭാശാസം പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വണ്ടി ഇല്ല, ആശാൻ പറഞ്ഞ കേൾക്കുന്നില്ല. ആശാൻ വേറെ ഫോണിലാണ്. ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് വാ. 810ന്റെ 891ന്റെ ഇടയ്ക്കുള്ള റോഡിലുണ്ട്. എടാ 810 അല്ല, 8010. 8010 മാർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ എന്റെ ഫ്രീ കാർഡിൽ അവിടം വരെ എത്തിയപ്പോഴത്തേക്ക് കണ്ട താഴെ ഇത് പോലീസുണ്ട്. നമ്മള് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലില്ല, കൊണ്ടുപോയി 3 ദിവസം കിട്ടൂലേ, 3-4 ദിവസം കിട്ടൂല. അവിടെ സേവ് ചെയ്യണം. എവിടെ കൊണ്ട് സേവ് ചെയ്യണം? അവിടെ നിൽക്കുന്നതല്ല കണ്ട, അവിടെ സേവ് ചെയ്യാം. ജോക്സ് പറയൂ. ഞാനിവിടെ മര്യാദക്ക് സിറ്റിക്കാർ ജീവിക്കുന്ന മനുഷ്യൻ. എനിക്ക് കാര്യം ഒന്ന് പറഞ്ഞത് മൊത്തം കേൾക്കണം. അങ്ങോട്ടൊന്ന് മാറ്റി കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോക്കിയുടെ സൗണ്ട് ഭയങ്കര കുറവ് കേട്ടോ. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം, ക്ലിയർ ആയിട്ട് കേൾക്കാം. ഞാൻ മര്യാദക്ക് സിറ്റി ജീവിച്ചോടാണ് ആശം വരുന്നത് കേട്ടോ. ഊർച്ചയായിട്ട് ഇനി ആശാനെ കൂടെ നിർത്തിക്കൊണ്ടെങ്കിൽ എനിക്ക് സുഖം. ആശാനെ ഇപ്പൊ പഴയതുപോലല്ലോ, നമുക്ക് ഇഷ്ടംപോലെ പെൺപിള്ളേരൊക്കെ ഉണ്ട്, ഫുൾ ചിക്സിന്റെ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ചെയ്യാൻ ഇപ്പൊ പണ്ടത്തെ പോലെ തന്നെ പറ്റത്തില്ല. അതിനാണ് ബാക്കിൽ തന്നെ ഓടി വന്ന എന്റെ വേറൊരു വണ്ടിക്കാരന് വെച്ചിട്ട് സൗണ്ടിനൊരു ഗാംഭീര്യമൊക്കെ വന്നല്ലോ. സമാധാനായി ബ്രോ. കണ്ണു കണ്ടൂടെ? എന്റെ മസ്താങ്ങിലാണ് കൊണ്ടിടിച്ചത്. അല്ല പോലീസ് സ്റ്റേഷനിൽ നിന്റെ കൈമില് തോക്ക് വന്ന് ഞാൻ പറയട്ടെ ജോക്കി, ഞാൻ പറയട്ടെ, ഇവിടെ നിന്നാ ഇങ്ങനെ ആൾക്കാർ വന്ന് പൊതിഞ്ഞോണ്ടിരിക്കും. നമുക്ക് എങ്ങോട്ടേലും വാ, അത് ജെൻസി പിള്ളേരടക്കം പിടിച്ചിരിക്കാൻ വേണ്ടിട്ടുള്ള അടവ്. ഒന്നും പറഞ്ഞ ഒരു പ്രായത്തിന്റെ കാര്യം പറയാം ആശാനെ. ഞാനല്ല ഈ ബാഗി പാന്റ്, ഇത് സുമതി അമ്മായിയുടെ പാവാടയാ. ഞാൻ അത് കൂടെ വെട്ടി തയ്ച്ചൊരു പോക്കറ്റൊക്കെ ഇട്ട് പട്ടീന്റെ വാലിന് വരെ ബാഗി പാന്റ്. ഞാനിനി മാറ്റുന്നത് ഞാനിത് ഇട്ടില്ല. ബാഗിട്ടേക്കണല്ലേ? ഇതൊക്കെ ഇനി ചെയ്യാനുള്ളൂ, മനസ്സിലായ? ഈ ജെൻസി പിള്ളേരൊക്കെ പിടിച്ചിരിക്കട്ടെ.
ഞാനിത് അപ്പൊ കാണുന്നില്ല. പക്ഷെ ഈ ബാഗിലൊരു പ്രശ്നം ഇത് അടി കൂട്ടി വെച്ച ബാഗാണ്. ഇത് ഇതിന്റെ ബ്രാൻഡ് നോക്കിയാണ്ട് ബാക്കിൽ കാണാൻ പറ്റും. അച്ഛന് ചന്തി ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ചന്തയല്ല ബാഗിടാ, ബാഗ്. ബാഗോ? ഓ സഞ്ചി എന്നാണോ പറഞ്ഞത്? ഞാൻ ചന്തി എന്നാ കേട്ടത്. സഞ്ചി ആശാൻ അങ്ങ് ലുക്കായി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാ. ഞാൻ പണ്ടേ ലുക്ക് തന്നെയല്ലേ. പിന്നെ ആശാൻ ഉള്ള കാര്യം ഞാൻ പറയാം. ഈ സഞ്ചി കൊട്ടാന്നൊന്നും ഇവിടെ പറയരുത് കേട്ടോ, എനിക്ക് ദേഷ്യം വരുവേ. അല്ല സഞ്ചിക്ക് പിന്നെ സഞ്ചി എന്നല്ലേ പറയണ്ടേ. ഒരാളെ തോളത്ത് രണ്ടുപേരും തോളത്ത് വെച്ച് വണ്ടിക്കത്തില്ലേ? വാ. എടീ നമ്മുടെ അപ്പാപ്പനാണ് തുടങ്ങിയത്, അങ്ങനെ കൂടെ ഒന്ന് കേൾക്കണമല്ലോ. ഏതപ്പാപ്പൻ? ഓ ജോഡി പാപ്പനെ കേട്ടോ. നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ പോയി ഫോർ സീറ്റർ എടുത്തിട്ട് വരാം. പെട്രോൾ തരാം. ഇല്ലില്ല തോളത്ത് കയറ്റാൻ പറ്റൂല. ഇവിടെ ഗരാജ് ഇല്ല അടുത്തൊന്നും. മുതുകി പോണോ? ആ ഇതോ ഗരാജ് അല്ലേ പറഞ്ഞ പോലെ. ഇവിടെ ഉണ്ടല്ലോ തൊട്ടടുത്ത്. ഞാൻ മാർക്ക് ചെയ്ത ഇവിടെ തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ വണ്ടി എടുക്കുന്നത്. പീഡിയിലുണ്ട്. ആ പീഡിയിലെടുക്കാം. പീഡി അവന് ഹെർലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്. ഹോൾസ്റ്റാർട്ട് കേട്ടോ നിങ്ങളായിരിക്കും. എടുത്തെടുത്ത് പീഡി വണ്ടി എടുക്ക്. പിന്നെ ഇപ്പൊ എടുക്കാം. പി എൽ ആണോ? പി എൽ സിറ്റി ഇപ്പൊ കത്തിപ്പോ. 2 ദിവസം സിറ്റിയില് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വണ്ടി എടുത്തോളാം മോനെ. ഹെഡ്ലൈറ്റിൽ ഒരു ഈഗിൾ ഉണ്ടല്ലേ. പൈസ പോയി. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കുറച്ചു നേരം ഞാനൊരു കാര്യം പറയാം. എന്നെ വാസു കേക്കാവോ? എന്നെ ഇന്നലെ രാത്രി ഈ പണിയില്ലാത്ത ഭരത് സാറ് വിളിപ്പിച്ചിട്ട് പറഞ്ഞു ചെല്ലണോന്ന് പറഞ്ഞു. പണിയില്ലാത്ത ഭരത് സാറാ? അങ്ങേർക്ക് അവിടെ എന്തോ പണി. അങ്ങനെ ചുമ്മാ അടഞ്ഞിട്ട് മറ്റേ റേഡിയോ ഓണാക്കി ഷൂട്ട് ഓവർ എവരി വൺ റേസ് അപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. അതല്ലേ ജോക്കി അവരുടെ പണി? അല്ല, അങ്ങനെ ചുമ്മാ ഒരു പണിയില്ലെങ്കിൽ റേഡിയോ പറഞ്ഞോണ്ടിരിക്കും നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടിട്ട്. ജോക്കി അത് പുള്ളി ഇവിടുത്തെ ഒരു റെസ്പോൺസിബിൾ ഓഫീസറാണ്, മനസ്സിലായ? അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ജോക്കി സ്റ്റേഷനിൽ വരെ വരണം. ജോക്കിയുടെ ശബ്ദം വീണ്ടും കുറഞ്ഞ കേട്ടാ. അപ്പൊ സ്റ്റേഷനിൽ വരെ വരണം. വീണ്ടും കുറവാ. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാം. അങ്ങനെ അപ്പൊ ഒരുപാട് കൗണ്ടർ വേണ്ടേ? കമ്പാക്ക് അടിക്കുമ്പോ കൗണ്ടർ കൂടുതലാണ് കുറച്ച്. അപ്പം നമ്മള് സ്റ്റേഷന്റെ അകത്ത് നമ്മള് പോയി വിളിച്ചിട്ട് നമ്മള് പോയി. അവിടെ നിക്കുമ്പോ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു പെണ്ണിന്റെ ആരോ കയറി പിടിച്ചെന്ന്. ആരോ കയറി പിടിച്ചെന്നാ? പെണ്ണിന് ഓർമ്മയുള്ളത് പിടിച്ചവന് പിങ്ക് മുടിയാണ്. പിടിച്ചവന് പിങ്ക് മുടിയാണ്. ഉടനെ ആ പണിയില്ലാത്ത അങ്ങനെ വിചാരിച്ച് ഞാൻ ആ പെണ്ണെ കയറി പിടിച്ചേന്ന്. പച്ചമുടിയുള്ള ഒരാളിവിടെ ഉണ്ടേ. ഇതാരാ പിടിച്ചെന്നറിയാവോ? ആളിവിടെ തന്നെ ഉണ്ടേ. ഇത് പിടിച്ചാരാന്നറിയാവോ? നമ്മുടെ ഗ്യാങ്ങിലെ ലോൽ. ലോലിന് പച്ചമുടിയാ? നല്ല പിങ്ക് മുടി. പിങ്ക് മുടി. ലോൽ. നീ ഈ ഗ്യാങ് എന്ത് കിണ്ടിയാണ് നോക്കി നടത്തുന്നത്? ഇതിനകത്തുള്ളവന്മാരെല്ലാം പെണ്ണുങ്ങളുടെ പുറയാ. നീ മാത്രം ഉണ്ടാ. നിനക്ക് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞ റെസ്പോൺസിബിലിറ്റി. അല്ല നിങ്ങൾ വലിയ കൗണ്ടർ അടിക്കുന്നുണ്ടേ തിരിച്ചു വന്നിട്ട്. എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലൂ. അത് പെണ്ണിനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പറഞ്ഞോട്ട് ചോദിച്ചതാ ഞാൻ. നമുക്ക് ബീച്ച് സൈഡിൽ പോയാ. ജോലിയപ്പാപ്പന്റെ വീടിന്റെ അവിടുത്തെ അതേ കടലാണ് ഇവിടെ ഉള്ളത്. അല്ല ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ വാസു, ഇത് നമുക്ക് ഇങ്ങനത്തെ നമുക്ക് ഫ്രണ്ട് നടക്കുക. ഈ സൗണ്ട് കേൾക്കുന്നില്ല. കടൽവെള്ളം പറ്റിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എങ്ങനെ സൗണ്ട് കേൾക്കും? ലോകത്തുള്ള എല്ലാ സൗണ്ട് എടുത്താലും ഇങ്ങനെ സംസാരിക്കുന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ ആശാനെ, ഇവിടുന്ന് ഫ്രണ്ടിലോട്ടുള്ള 50 ഏക്കർ കടലും എന്റെ തന്നെയാ. മനസ്സിലായി? കരടച്ച രസീതുണ്ട്. നമ്മുടെ കുടുംബമഹിമ പറയണത് പോലും ഈ സ്ഥലവും 50 ഏക്കർ കടലും അതാണ് നമ്മുടെ ആസ്തി പോലും. മനസ്സിലായ? ഫ്രണ്ടിലോട്ട് ആ വീടിനകത്ത് ഷെൽഫിനകത്ത് വെച്ചിരിക്കും. കരടച്ച രസീത് ആരെങ്കിലും പോക്കറ്റിൽ കൊച്ചു കൊടുക്കുവോ? അത് ഉണ്ടായാ മതി. ഞാൻ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാലേ
ഈ അസൂയാലുക്കൾ ഈ വയസ്സന്മാരൊക്കെ വന്നാണ് എന്റെ അടുത്തേക്ക് ഇതൊക്കെ ചോദിക്കുള്ളൂ. അല്ലാത്തവരൊന്നും ഇതൊന്നും ചോദിക്കാറില്ല. അവര് നോർമലി വന്ന് ഗ്യാങ് ഹൗസ് കണ്ട് സന്തോഷത്തോടെ പോകും. അസൂയാലുക്കളെ കാരണം ഇങ്ങനെയൊക്കെ ചോദിക്കണം. അത് കേക്കാം വാ. ഞാനിപ്പോ പറയുന്നതാന്ന് വെച്ചാൽ ഇതിനകത്ത് ഒന്നുമില്ല. എന്താ പറയാന്, ഈ ജോക്കി രാപ്പകലില്ലാതെ ഇതിനകത്ത് കയറി അബ്നോർമൽ എന്തോ ആയി. അബ്നോർമലൊന്നും അല്ല. ഈ ഗ്യാങ്ങിൽ ഏതോ ഒരുത്തൻ കയറി പെണ്ണിനെ പിടിച്ചതിനെ എന്നെ പിടിച്ചോണ്ട് പോയി. ഇതൊക്കെ എന്തുവാ ഇതൊക്കെ? നീ എന്ത് ഗ്യാങ്ങാ നടത്തുന്നത്? സത്യം പറഞ്ഞ ഫ്രണ്ട് വെച്ച് പിങ്ക് മുടിയുള്ള ആള് കയറി പിടിച്ചു ജോക്കിയുടെ മുഖത്ത് നോക്കി പറയാ. എടേ ഒരാൾ മുടി വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞല്ലേ? ജോക്കി പീടി കത്തിക്കണോ? ഒരു വാക്ക് പറഞ്ഞ ഇപ്പൊ പീടി കത്തിക്കും. നീ കണക്ക് പെണ്ണുങ്ങളൊക്കെ കയറി പിടിച്ചിട്ട് ജോക്കിയെ കൊണ്ടുപോയത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നത്. നീ ആരോ കയറി പിടിച്ചിട്ട് ജോക്കിയെ മുടിയുടെ പേരിൽ കൊണ്ടുപോയത് പിങ്ക് മുടിയാണെന്ന് പറഞ്ഞ ജോക്കിയെ കൊണ്ട് നീ ഗ്യാങ് ഹൗസിന്റെ ബാക്കിലോട്ട് വന്നേ. ഇവിടെ ബീച്ച് സൈഡ് വന്നേ. ഓ ഇവിടെ ഇപ്പൊ വരും. ഉണ്ടല്ലോ ഇന്ന് 90s RP കേട്ടോ. പിന്നെ ജോക്കി കടൽക്കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലം ഇതിലും നല്ലൊരു സ്ഥലം എവിടെ ജോക്കി? വരുമോ? ലോല വരും. പിന്നെ നമ്മൾ വിളിച്ചാൽ വരായിരിക്കുമോ? ആശാനെ കുത്തിരി സത്യം പറഞ്ഞ പിച്ചും പേയും പറയലായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളൊക്കെ എനിക്ക് ജോണിയപ്പാപ്പന്റെ അടുത്ത് പറഞ്ഞു വരും കേട്ടോ. അമ്മുക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വിളമ്പിക്കരുതേ ആശാനെ. ഈ മാറിയിരുന്ന് മറ്റേ കുശുമ്പോ ഗുണമേയും പറയണത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ജോണി മാമനില്ലേ ഇയാൾ ആട്ടുന്തോരിട്ട ചന്നായാണ്. ആ ചെക്കനെ പെടുത്തിയത് ഇയാളാണ് ജോണി മാമൻ. എന്താണ് ഇഷ്ടപ്പെടുന്നില്ല? ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെക്കനെന്ന് ഉദ്ദേശിച്ചത് ആരെയാണോ? 80-ൽ ജനിച്ച ജോക്കിയാണോ? കേൾക്കില്ല, അവിടെ കേൾക്കൂല കേട്ടോ എന്റെ സൗണ്ട്. അല്ലെങ്കിൽ പെട്ടിട്ട് വന്നേരെ. നല്ല രീതി കേട്ടോ. നിന്റെ പേരെന്താ? വാസു. എന്റെ പേര് പരിന്തു വാസു. മറക്കും എനിക്ക്. പക്ഷെ ഉറക്കത്തിൽ നിന്ന് എണ്ണീപ്പിച്ച് നിങ്ങൾ മുന്നേ നിന്നാലും ഗർവാസി ദാശ എന്ന് പറഞ്ഞ് ചാടി കെട്ടിപ്പിടിക്കും. അതാണ് വാസുവിന്റെ കമ്മിറ്റ്മെന്റ്. ഒരു മിനിറ്റ് ആശൻ ജെസ്സി കൂടെ വന്നേ. ആശനെ അവിടെ പോരെ, താഴെ പോവും. എന്റെ സൗണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ജോണി മാമനെ വിശ്വസിക്കരുതടാ. അയാളുണ്ടല്ലോ നടന്ന് കെടുത്തറക്കും. അയാളല്ല, അയാൾ ആട്ടുന്തൂരിട്ട ചായ തന്നെ എത്ര പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ ജോക്കിനെ വേഗം പറഞ്ഞു തീർക്കട്ടെ, ഇല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ജോക്കിനെ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിലാക്കിയതല്ല അയാൾ തന്നെയാണെന്നാ. ഞാനിപ്പോ ആശാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് പറയട്ടെ. പറ. ഇതാണ് ഞാൻ ഇത്ര നേരം കേട്ടത്. സത്യം പറഞ്ഞ ഞാൻ പറയാം. ഈ ജോണി മാമനെ വിശ്വസിക്കരുത്. അയാൾ ആട്ടും തോന്നിട്ട് ചന്നായിയാണ്. അയാളുണ്ടല്ല കൂടെ കൊണ്ടുവന്നിട്ട് അയാളെ പറ്റിക്കും. ആ ജോണിനെ അല്ല ജോക്കിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് ഇയാളാണ്. ഇയാൾ ഒറ്റൊരുത്തനാണ്. ആണല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. എടാ അങ്ങോട്ട് ചെല്ലു. ജോണി ഇവരെന്ന് പറഞ്ഞ ഇപ്പം ഈ സിറ്റിയില് ഈ എല്ലാ ന്യൂസുകളും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ഇവര് സിറ്റിയിൽ ഒരു ന്യൂസ് റീഡേഴ്സ് ആണ് ഇപ്പൊ സിറ്റിയിലെ. അവരെ പ്രായതല്ലേ രണ്ടാളെയും. ഗർവാസാസിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 28. 20 വർഷം മുമ്പത്തെ കാര്യങ്ങളെ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കറക്റ്റ് എനിക്ക് 28 കറക്റ്റ്. എടാ നീയില്ലേ ആ കൺമണിയെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് 30 വയസ്സുണ്ട് അറിയാമോ? താര കൺമണി എലി അതിന്റെ ഇടക്ക് വന്നു പോയ 2-3 വേറെ നാണുണ്ടാടാ. എന്നിട്ട് 28 പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിട്ട്. എന്റെ ശരിക്കുള്ള പ്രായം ഇതൊക്കെ എന്റെ 24-ാമത്തെ വയസ്സിൽ നടന്ന കാര്യങ്ങളാണ്. മറ്റേ ചാക്ക് കീറിയിട്ട് പാന്റ് ഇട്ടിട്ട് നടക്കുന്നതാണ്. ആ കൊടലെല്ലാം ഉന്തിട്ടതാ ഉള്ളിലോട്ട്. എല്ലാം കണ്ടില്ലേ സ്ലിം ഫിറ്റ് ഇപ്പോഴും. ആ വയറ്റത്ത് കിട്ടിയിരിക്കുന്ന 1 കിലോ ചാക്ക് ഇറക്കി വെക്കുവോ?
അത് ഇറക്കാൻ പറ്റില്ല. അതാണ് ഈ കുപ്പായത്തിന്റെ കൂടെ വരുന്നത്. അത് കൊടവയർ കാരണം സാമാനം കാണാൻ പറ്റുന്നില്ല, എന്നിട്ട് ഫിറ്റ്നസ് ആണ്. ഇങ്ങനെ കാണാൻ തോന്നുമ്പോ ഞാൻ ഉള്ളിലേക്ക് വലിക്കും. കാണാൻ തോന്നുമ്പോ ഉള്ളിലേക്ക് വലിക്കുന്നതാ. പിന്നല്ലാണ്ട് ഇപ്പോഴത്തെ പിള്ളറപ്പരെല്ലാം പിടിച്ചു നിക്കണ്ടേ നമുക്ക്. ഇല്ല നമ്മുടെ കൂട്ടത്തില് പക്ഷെ ഈ ഒരു സെയിം ഇഷ്യൂ ചന്ദ്രബോസിന് ഫേസ് ചെയ്യേണ്ടി വന്നോണ്ട് അവൻ ജിമ്മിലൊക്കെ പോയി ഫിറ്റ്നസ് ഒക്കെ ആക്കി 6 പാക്ക് ആക്കി, എന്നിട്ടും സാധനം കാണുന്നില്ല. പേടിയാ കാണും, ഓൻ ഉണ്ടെങ്കിലല്ലേ കാണുന്നു. അതാണ് പ്രശ്നം. അതാണ് പക്ഷെ എനക്കങ്ങനല്ലട്ടാ, നീ അങ്ങനെ പറയല്ലേ. ഇതൊന്ന് സംസാരിച്ച് മനസ്സിൽ വെക്കണം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് ഒരു ആണല്ല, അതൊരു പെണ്ണ, അതെന്റെ ചേച്ചിയാ. എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലത്തെ ഒരാളാണ്. ഞാനത് പറയാ നിങ്ങളുടെ അടുത്ത്. എനിക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത്. എന്താ ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കോ? ഹലോ കത്തിപ്പോയി മാറിക്കാനാ കത്തിയാളടുത്തത് പെട്ടെന്ന് പറഞ്ഞില്ലേ, കൂടുതൽ നാളും കത്തും. എടാ ഇത് വന്നടാ, ഞാൻ കുറച്ച് റഫായിട്ട് സംസാരിക്കട്ടെ. നീ എന്ത് പരിപാടിയല്ലോ നീ കാണിച്ചത്? ജോക്കി നിന്റെ മുടിയുടെ കളർ അതാന്ന് പറഞ്ഞ് ജോക്കിക്ക് സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഹലോ, നിന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കണല്ലോ. ഞാൻ കാറിന്റെ എടുത്തേ പെണ്ണെ കയറി പിടിച്ചോ? പെണ്ണെ കയറി പിടിച്ചില്ല, തലോടിയോ? തലോടിയില്ല. പിന്നെ എന്തിനാണ് ആ പെണ്ണ ഒരു പിങ്ക് തലമുടിയോടൊപ്പം കയറി പിടിച്ചെന്നും പറഞ്ഞിട്ട് എന്റെ പേര് പറഞ്ഞു കൊടുത്തേ? എന്നെ കാണുമ്പോ ഒരുമാതിരി ചിരിച്ചിട്ട് പിന്നെയാണ് നാട്ടുകാർ മൊത്തം പറയുന്നത് നിങ്ങളാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന്. കുട്ടിയെ പോന്ന് ചെറുതായിട്ട് പോയി. അപ്പൊ പിങ്ക് കൂടെയുള്ള ആളെ മാത്രം ഉറപ്പുള്ളത് പണിയെടുക്കും. അതെ, നാളെ തൊട്ടേ പിങ്ക് തലമുടി വേണ്ട കേട്ടോ. ഐഡന്റിറ്റി കുഴപ്പമില്ല, നാളെ തൊട്ട് പിങ്ക് വേണ്ട. ഓറഞ്ച് സൈഡിൽ ചെറുതായിട്ട് പിങ്ക് അടിച്ച് കുഴപ്പമുണ്ടോ? ഓറഞ്ച് സൈഡിൽ ചെറുതായിട്ട് പിങ്ക് അടിച്ചോ. ഇത് പിന്നെ പിങ്ക് കൊണ്ട് കിടക്കണ്ട. ഇനി ഉണ്ടാവാൻ പാടില്ല കേട്ടോ, അറിയാലോ. എന്ത് ഗ്യാങ് മാത്രം പറഞ്ഞ ഞാൻ കാര്യം പറയട്ടെ, നീ ഒഴിച്ച് ബാക്കി ഗ്യാങ്ങിലെ എല്ലാണോ പെണ്ണുങ്ങളുടെ കൂടെ? എന്ത് ചെയ്യാനാ? ഞാനിതൊക്കെ ഒഴിവാക്കി ഗ്യാങ്ങിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് മെമ്പേഴ്സ് ഇങ്ങനെ തുടങ്ങി എനിക്ക് എന്ത് ചെയ്യാൻ? നമ്മളിവിടെ അഘോരാരം പണിയെടുക്കുന്ന സമയത്ത് ഇവന്മാര് മറ്റേ എവിടുന്നേലും ആരെങ്കിലും പറ്റിച്ചോ കൊന്നിട്ടോ ഒക്കെ ഗ്രാൻഡിങ് പണി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സമയം പെണ്ണുങ്ങളുടെ മലയിൽ കയറി കറക്കുവാ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ആവർത്തിക്കില്ല കേട്ടോ. ഈ ആശാൻ എന്തൊരു കുശു ഇങ്ങനെ പഴയതുപോലെ തന്നെ അതുകൊണ്ട് തലയിലിരിക്കുന്നത് അല്ലാണ്ട് കുഴക്കില്ല. ഹലോ പറഞ്ഞോ. എന്ത് പറയാൻ ഒന്നുമില്ല. ഇങ്ങനെ കൊല പോലെ നിൽക്കുന്ന പൊക്കൂടെ എവിടെ സംസാരിക്കാന്ന് പറഞ്ഞല്ലേ നമ്മ ഇങ്ങോട്ട് വന്നത്? അച്ഛനെ എങ്ങനെയുണ്ട്? അച്ഛനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. 7248. പിന്നെ മറ്റേ ഇവനെ നോക്കി ഇവിടെ പെരുന്നാളിന് വരണം കേട്ടാ. നീ ഏത് പെരുന്നാളിന്? ഇവിടെ മുതുക്ക് പെരുന്നാൾ അവിടെ അടുക്ക് കത്തിച്ചോക്കാൻ. അത് ഇത് കത്തിച്ച് വെച്ച ലൈറ്റ് ഒന്നും വേണ്ട. നിങ്ങൾ അങ്ങോട്ട് മാറി എന്നിട്ട് ഒരു മുടിയും വളർത്തിയിട്ടേ നിന്നാ മതി. യേശുവായിട്ടും ആരെ ഇത് വേണ്ട. കാരണം എന്ത് നടക്കുന്ന എന്തുവാ പോരാത്ര പോരാ അല്ലേ? അത്ര പോരല്ലേ? നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് അത്ര ഇതല്ലേ, ഭയങ്കര കിടലല്ലേ. ഞാൻ എന്താണെന്നറിയോ, ഞാൻ തിന്നുമായിരുന്നു. ഇതാ മീൻ പിടിക്കാൻ പോയിട്ട് വന്നോ തിരിച്ചു വന്ന്. ആശാനെ നമ്മുടെ കുടുംബത്തിൽ കുറെ പുതിയ പിള്ളേരൊക്കെ വന്നു, എല്ലാരെയും പരിചയമൊക്കെ പെട്ടായിരുന്നു ആശാൻ. ആരും കണ്ടിട്ടില്ല, ഞാൻ ഇന്നലെ കണ്ടില്ല. എടാ നമ്മുടെ എല്ലാരും ഒന്ന് ബാക്കിലോട്ട്. നിങ്ങൾ എന്തെങ്കിലും പരിപാടിയിലാണോ? ഇങ്ങോട്ടൊന്ന് പോന്നെ. അപ്പൊ അത് ഡീൽ ചെയ്തു കുഴപ്പമില്ല. എന്തിനാണ് കൊന്നത്? റീസൺ ഒന്ന് പറയോ?
ഫ്രണ്ടിനെ കൊന്നാണോ? ഓക്കെ, ബ്ലൈൻഡ് ഓണർ MRC ഓണർ സത്യം. പുതിയ ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരിയാണ് MRCയുടെ ശരിക്കുള്ള ഓണർ. ആ 3 അക്ഷരത്തിന്റെ റൈറ്റ് ഇവർക്കും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനുമാണ് ഇപ്പൊ കറന്റ് ആ റൈറ്റ് ഉള്ളത്. MRCയുടെ റിയൽ ഓണർഷിപ്പ് പുള്ളിയുടെ കയ്യിലാണ്, പുള്ളിക്കാരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരന്റെ അതായത് അശ്വിചേട്ടന്റെ കയ്യിലും ജീന ചേച്ചിയാണ്. ഓ, രഹസ്യം പറയാണോ? ഓക്കെ ഓക്കെ. ഹീറ്റിംഗ് പീരീഡ് അല്ലാണ് ഇടക്കിടക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണേ. നിന്നോട് മാറിക്കാൻ പറഞ്ഞില്ല വാസു. ആ പോവാ പൊക്കോളാം. ജോണിയപ്പാപ്പനെ പറ്റി എന്തോ മൂഞ്ചിത്തരം പറയാനാണ് കേട്ടാ അത്. എന്നെ പിടിച്ച് അവിടെ മാറ്റി നിർത്തിട്ട് എന്റെ അടുത്ത് പറയാ, അതെ എന്നെ പിടിച്ച് മാറ്റി നിർത്തിട്ട് പറയാ ഒരിക്കലും വിശ്വസിക്കരുത്, കണ്ണാടി വെച്ച കള്ളനാണെന്ന്. അത് ഞാൻ പണ്ട് ചെറുതായിട്ടൊന്ന് പറ്റിച്ചായിരുന്നു, അതിന്റെയാണ് അത് മനസ്സിൽ കിടപ്പുണ്ടോ ഇപ്പോഴും. എന്നുവെച്ചാ ഇപ്പോഴും എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാ ജോണിയപ്പാപ്പനാണ് ജോക്കി ഇട്ട് കൊടുത്തതെന്ന് അവിടെ. അല്ലല്ല, അത് ചുമ്മാ പറയുമ്പോ ആണല്ലേ? പക്ഷെ ഞാനതിൽ കൺവിൻസ് ആയി പോയി. ഞാൻ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തില്ല. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഒന്ന് കോൾ എടുത്തോട്ടെ. ഹലോ, എല്ലാരും എന്നെ അവോയ്ഡ് ചെയ്ത് പോവാട്ടാ. എന്ത് പറ്റി അണ്ണ ഒറ്റയ്ക്ക് ഇരിക്കുന്നു? നമ്മളോട് പറയണ്ട. എന്ത് പറ്റിണ്ട്? അവർക്കൊക്കെ എന്തൊക്കെയോ ഒരു സംസാരിക്കാനുണ്ടാ. അതെല്ലാം പറഞ്ഞത് എനിക്കങ്ങനെ ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുണ്ട്. സിറ്റിയിൽ ഇപ്പം നടക്കാൻ പറ്റുന്നതാണ്. മന്ദാരം വരെ 2 ഗേൾഫ്രണ്ട് ഒക്കെ ആയി. സത്യം ഈ പെണ്ണ് വിഷയം നമ്മളെന്തിനാ ചർച്ച ചെയ്യുന്നത്? സത്യം നമ്മള് സിഗ്മയില് തന്നെ നമ്മൾക്ക് നിൽക്കുന്നിടത്തോളം കാലം ആ ഓറ ഉണ്ടല്ലോ, നമ്മള് സിഗ്മയിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ആ തലയുടെ ചുറ്റുമുള്ള ഓറ ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. മനസ്സിലായോ? 3-4 പെമ്പിള്ളേരെ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആക്കിയവനാന്ന് പറയുന്നത്. അഭിപ്രായം ചോദിച്ചാ താഴെ കുത്തിരി അമ്മുക്കുട്ടിയെ കിട്ടാത്തൊരു വിഷമം എന്റെ നെഞ്ചത്ത് തീർക്കല്ലേ. ഞാൻ പ്രേമിച്ച ഒറ്റ പെണ്ണേല്ലോ അമ്മുക്കുട്ടി, അല്ലാണ്ട് കുട്ടനെയും പോലെ കണ്ടത് വീട് വെച്ച് പ്രേമിച്ചിട്ടൊന്നുമില്ല. ഞാനേ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അമ്മുക്കുട്ടി ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 1 വർഷം റിലേഷൻഷിപ്പിലുമായിരുന്നു. മനസ്സിലായേ? അതെല്ലാം ഓള് ജീവിതത്തിൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നിമിഷങ്ങൾ അതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അത് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്ത് പറഞ്ഞിട്ടുണ്ട്? നിന്നെ കണ്ടതോളെ ജീവിതത്തിൽ നാശ സമയത്താണ്. ആണല്ലേ? എന്നോട് നിങ്ങളെ പറ്റി പറഞ്ഞേക്കാൻ എന്താണെന്നറിയാമോ? എന്നോട് പറഞ്ഞത് പറഞ്ഞാൽ ഒരു കുടുംബജീവിതമായിട്ട് മോനും മക്കളും ഭർത്താവുമായിട്ട് ജീവിക്കുന്നതിനിടയ്ക്ക് ഒരു എച്ചി എപ്പോഴും നക്കി വന്ന് ഇങ്ങനെ പുറകെ നടക്കുമായിരുന്നു. എന്താണ് എന്റെ അടുത്ത് നിങ്ങളെ പറ്റി പറഞ്ഞത്? അതെന്തായാലും ഞാൻ ചെയ്തിട്ടില്ല. വൺസ് എന്റെ കൈവിട്ട് പോയി കാറിലോ കൊണ്ടുപോയതിനു ശേഷം ഞാൻ പുറകെ പോയിട്ടില്ല. ഇതുവരെ ഓൾ അങ്ങനെ പറഞ്ഞില്ല. ഓൾ എന്നോടൊന്ന് പറഞ്ഞ ജന്മുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട് അമ്മുക്കുട്ടി എന്റെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞതാണ്. ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പം ഈ ജന്മം പോയി, അടുത്ത ജന്മം വാസുവിന്റെ കൂടെ തന്നെ ആയിരിക്കും എന്റെ ജീവിതം. അണ്ണൻ ആർക്കും ഓള് പറഞ്ഞിട്ടുണ്ടാവുക, പറയുന്നില്ല എന്നാ പറഞ്ഞത്. പിള്ളേരില്ലോണ്ട് ഞാൻ പറയുന്നില്ല. ആശാനെ ഞാനൊരു കാര്യം പറയട്ടെ, എങ്ങനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാർലോയുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കുന്ന സമയത്ത് എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ചിലപ്പോ പറഞ്ഞു പറ്റിച്ചതായിരിക്കാം. മനസ്സിലായ? ഓൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞു പറ്റിക്കുന്ന ഒരുത്തല്ല ഓള്. ഓളുണ്ടല്ല, ഓളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിറ്റിയിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരുത്തിയായിരുന്നു ഓള്. ഓളിപ്പോ പഠിക്കാൻ പോയിട്ടല്ലേ, ഓള് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ ഇവിടെ കാർലോയും മോനും ഒക്കെ ഉണ്ട്. സന്തോഷിക്കണ എന്തിനാ? വേറെ ഓള് മക്കളെല്ലാം ഉണ്ട് ഓന്. കാർലോയ്ക്കാ? അത് ശരിയാട്ടാ. കിട്ടണ്ടേ? എന്റെ പേര് അപ്പുക്കുട്ടനല്ല കിട്ടാണ്ടിക്കാൻ. ജോണിയപ്പ കാർലോക്ക് ഇപ്പൊ വേറെ പെണ്ണും കൊച്ചൊക്കെ ആയല്ലേ? അല്ല, അതൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ അമ്മക്കുട്ടി തിരിച്ചു വരുവാണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളത് ഞാനാണ്. അപ്പം ഏത് താര? നിങ്ങൾ കഴിഞ്ഞിട്ട് 5 വർഷമല്ലേ വന്നത്?
നാട്ടിലൊരു പെണ്ണ് എടാ നീ അങ്ങനെ ഓണ ബാക്കിൽ ഇനി പോയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള സകല പെമ്പിളറെ ഞാൻ ഇറക്കും. നീ ബാക്കിൽ നടന്നിട്ട് പിന്നെ ഞാൻ മറ്റേ വാക്ക് പറയുന്നില്ല ചെയ്ത പെമ്പിളറെല്ലാം അല്ലല്ല ഒന്ന് ഞാൻ പറയാം. എന്താ വാസു എന്തൊക്കെ എങ്ങനെ പറയുന്നേ? എനിക്കറിയാം ഒരു ഗ്യാങ്ങിന്റെ ലീഡറാണ് സംസാരിക്കുന്നത് ആലോചിക്കണേ. വാസു പെണ്ണുങ്ങളുടെ പറയുന്നത് അതന്നെ. ഓ ഞാൻ ഒലിപ്പിച്ചാണെങ്കിൽ അത് എലിയുടെ പുറകിൽ മാത്രമാണ്. അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബ്രേക്കപ്പ് പോയി. മനസ്സിലായോ? സിറ്റിയിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാത്ത ഇറക്കനാണ് നമ്മുടെ ഇറക്കൻ. ഏറ്റവും ലാസ്റ്റ് വന്ന് TKRP ആ സെർവർ കൂട്ടി അവനെ തള്ളക്കി വിളിച്ച് തിരിച്ച് ഇവിടെ വന്ന് പുതിയ സെർവർ പഴയ കഥ പറയണം. എന്റെ മൈൻഡ് ഒന്നും മാറ്റാൻ നിൽക്കണ്ട. പറ്റിയിട്ട് പക്ഷെ ഇവനെ പറ്റിയിട്ട് പറയുന്നത് പലതും കള്ളമാണെന്ന് ഞാൻ അറിഞ്ഞു. അത് ശരി. ഇപ്പൊ അങ്ങനെയായി. നിനക്ക് നിന്നെ പറ്റി പറഞ്ഞതോ ഇപ്പൊ ഒരു പെണ്ണിനെ പിടിച്ചിരുന്നു പറഞ്ഞതോ? എല്ലാവരും സൗണ്ട് വിട്ടുവിട്ടല്ലേ കേൾക്കുന്നേ? സൗണ്ടിനൊരു ഇതില്ലേ? എന്നാ നീ ശ്രദ്ധിച്ചോന്ന്. എനിക്ക് ഇനിയും വരുന്നുണ്ട്. തയ്ച്ചു വെച്ചിട്ടുണ്ട് ഒരാളുടെ രണ്ട് കൈയും കുത്തിക്കാത്ത ബാക്കിൽ ഇരിക്കുന്ന ഒരാളുടെ തയ്ച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ സമാധാനത്തോടൊക്കെ പോകുന്ന കണ്ടിട്ട് പിടിക്കുന്നില്ലല്ലേ? ആ കണക്കാ. ഞാൻ ഈ സമാധാനമുള്ള ഒരാളാരെന്ന് അറിയാവാ? അത് ഞാനാ. ഇന്നൊരു സമാധാനം അറപ്പി കുറച്ചു നേരം നമുക്ക് ചുമ്മാ ഇവിടെ നിന്ന് ചെന്തയിലൊക്കെ സംസാരിച്ചിട്ട് പോകാൻ കേട്ടാ. പ്ലാൻ ഞാൻ ഇന്നത് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചാൽ കുറച്ചു നേരം നമുക്ക് ചുമ്മാ സംസാരിച്ചിട്ട് പോവാം. ഇവരുടെ കൂടെ 80s സെക്ഷനിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം എന്താണെന്ന്. ഇതെല്ലാം പുതിയ പാഷനാണ്. എന്താ ഇതെല്ലാം അറിയണമെങ്കിലില്ല ഈ പ്രായത്തിൽ ഉണ്ടാവണം നിങ്ങൾക്ക്. ഇതെല്ലാം ഇതൊന്നും ഇല്ലാണ്ട് ഇതാ ഈ മറ്റേ ഈ പൂക്കള് ചർച്ച നമ്മളെ പ്രായത്തിലൊന്നും എത്താൻ വേണ്ടി നോക്കിയാലും എത്തില്ല. ഇങ്ങണ്ട് കള്ളക്കളവാ. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ പിന്നില്ലാണ്ട് എന്തോ ആശം പെണ്ണ് കെട്ടിട്ടുണ്ടോ? കേട്ടില്ല. എന്നിട്ടാണ് എന്റെ കമ്മലിന്റെ കാര്യം ചോദിച്ചത് മുമ്പേ. എന്റെ വലിയ പാളക്കമ്മലല്ല. എനിക്ക് എന്റെ മുഖത്തിനായി ചേരുന്നില്ല. എന്റെ മുഖത്തിന് നല്ലോണം ചേരുന്നു. നല്ലപോലെ ചേരുന്നുണ്ട്. ആനയുടെ ചന്തയിൽ ഒരു ബക്കിൾ ഇട്ട പോലെ ഉണ്ട്. എന്റെ റിങ് പോലത്തെയാണ് കേട്ടോ എന്റെ. ഇത് മറ്റേ വെള്ളത്തിൽ വീടഞ്ഞാൽ ഓനെ മറ്റേ 2x2 ഉപയോഗിക്കാം. അടുത്ത കൗണ്ടർ വരട്ടെ. അതെ, ഇതാണ് എന്റെ അമ്പാച്ചിരി. ഇപ്പോഴും ഉണ്ട്.